നമ്മളെന്ത് ചെയ്യും മല്ലയ്യ? ഇത് നമ്മുടെ എണ്ണപ്പനയ്ക്ക. ഇതിനകത്തൊരു കുരുവുണ്ട്, അത് ആട്ടിയെടുത്ത് നമ്മുടെ പാമോയിലായിട്ട് വരുന്നത്. നമ്മുടെ ഇളക്കുവാറ എസ്റ്റേറ്റിൻ്റെ ആയിട്ട് ഭാഗങ്ങളാണ് ഇതൊക്കെ. നല്ലൊരു അടിപൊളി സ്ഥലം കഴിക്കാം. വാ എല്ലാവരും വാ. അഞ്ചു സൈഡ് ജോബി, ഉല്ലാസ്, അനിയത്തോമ, എൻജു. ഒഴുക്കടിച്ചു കൊണ്ടുപോകും. കാട്ടുവാക്കി എവിടാ? കാട്ടുവാക്കി കാണിച്ചടാ, എവിടെ കാണിക്കടാ. കാട്ടുവാക്കി കാണിച്ചു. കാട്ടുവാക്കിയേ അടിപൊളി 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 സെറ്റാണോ അത്? ഇതാണ്ടോ ജോൻ അടിയിൽ 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 കയ്യിൽ മേളി കൈ താഴെ താഴെ അതിൻ്റെ താഴെ. അത് തന്നെ ടേസ്റ്റ് കൂടുതലല്ലേ? നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല. കാട്ടുവാവല് ഇത് നാട്ടിലങ്ങനെ കാണാൻ കിട്ടത്തില്ല. ഇത് നമ്മുടെ കാട്ടിലൊക്കെ കാണാൻ കിട്ടത്തുള്ളൂ. ഇത് നമ്മുടെ നാട്ടുവാവലിനെയും കാട്ടി കയ്പ്പ് കുറവായിരിക്കും, പക്ഷെ അതിനെക്കാട്ടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതിന് അരി കുറവുമായിരിക്കും. വലിപ്പം ഇത്രയേ കാണത്തുള്ളൂ. ഇതിനെ കൂട്ടി കുറച്ചും കൂടി കാണും. ഇപ്പോൾ നമ്മൾ സീസൺ കഴിഞ്ഞുകൊണ്ട് വന്നുകൊണ്ട് ഇത്ര കിട്ടിയിട്ടുള്ളൂ. പാമ്പൊക്കെ സ്ഥലമാണ്, നോക്കി കണ്ടൊക്കെ പോയി പോകണം. എണ്ണപ്പനത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിക്കാൻ എണ്ണപ്പനത്തോട്ടങ്ങളിൽ തന്നെ വരണം. അല്ലാണ്ട് വീഡിയോ കാണുന്നത് പോലെ ആസ്വദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റൂല. ഓക്കു നീ കോരടേ നോക്ക ചുമ്മാതെ വെറുതെ എന്തിനാ കോരുന്നേ? മീൻ കോരുന്നതിനിടയ്ക്ക് ഭയങ്കരമായ പിന്നെ കുറച്ചു നേരം അങ്ങനെ അപ്പോഴത്തേക്ക് മഴയൊക്കെ പോയി. അങ്ങനെ വീണ്ടും ഇന്ന് മഴയ്ക്ക് ശേഷമുള്ളൊരു കാറ്റൊക്കെ ആയിരുന്നു.
അപ്പം ആ കാറ്റ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇതൊക്കെ കാണുന്നത്, ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഏതാണ്ട് ഈ ഒരു എണ്ണപ്പനയുടെ മൂട്ടിൽ കിടക്കുന്ന പഴങ്ങളുണ്ടല്ലോ, അത് ഈ അടർത്തുന്ന സമയത്ത് അതിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്നത്. ഇത് അവർ പറക്കിയെടുക്കും, ചിലത് പറക്കിയെടുക്കും, ചിലത് പറക്കിയെടുക്കത്തില്ല. അങ്ങനെയാണ്. ഇതിൻ്റെ ഈ കുരു ഉണ്ടല്ലോ, കുരുവാണ് ആട്ടിയെടുത്തിട്ട് നമ്മൾ ഗൾഫ് നാട്ടിലേക്ക് അത് കയറ്റി അയക്കുന്നത്. കേന്ദ്രത്തിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഒരു കേന്ദ്ര സർക്കാരാണിത് മൊത്തം നോക്കുന്നത്, അവരാണ് കയറ്റി അയക്കുന്നത്. പക്ഷേ കേരളത്തിൽ കിട്ടുന്നത് അതിൻ്റെ തൊലിയുടെ പാമ്പുകൾ. നല്ല തകർത്തു മഴ, മീൻപിടുത്തം ഒഴിവാക്കി തിരിച്ച് വീട്ടിലേക്ക്. തകർത്തെന്ന് വെച്ചാൽ അന്യായ മഴ, എണ്ണപ്പരത്തോട്ടങ്ങളെ മൊത്തം നനച്ച് പൂളിച്ച് ആകെ വെള്ളത്തിലാക്കിയുള്ള മഴ. നോക്കട്ടെ, അവരടുത്ത മീൻപിടുത്തം ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇന്നത്തെ മീൻപിടുത്തം മൊത്തം നഷ്ടക്കളിയായിരുന്നു. അങ്ങനെ ഞായറാഴ്ചത്തെ മീൻപിടുത്തം മൊത്തം ചെറിയ ചെറിയ പരലുകളിൽ ഒതുക്കണ്ടാവുന്നു, നഷ്ടക്കളി.